ഓരോ മലയാളിയുടെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട്. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ വലിയൊരളവ് ചെലവഴിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും വീട് നിർമ്മിക്കുന്നത്. വീട് നിർമ്മാണ സമയത്ത് നമ്മുടെ അറിവില്ലായ്മ മൂലം പണം നഷ്ടപ്പെടുന്നത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മൈ ഡ്രീം ഹോം എന്ന സീരീസ് നമ്മൾ ആരംഭിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഫൈസൽ. ഞാനൊരു ബിൽഡറാണ്. ഏകദേശം 10 വർഷത്തോളം എക്സ്പീരിയൻസാണ് എനിക്ക് ഈ മേഖലയിലുള്ളത്. എൻ്റെ പണം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ആകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വലിയവറും പ്രോപ്പർട്ടീസിൻ്റെ മൈ ഡ്രീം ഹോം എന്ന പുതിയ സീരീസിലേക്ക് സ്വാഗതം. വീട് നിർമ്മാണ സമയത്ത് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നമുക്കായി ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും അധികം ചിന്തിക്കേണ്ട വ്യക്തി നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ്. വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെ ടൈപ്പിലാണ് വേണ്ടത്, ഏത് ടൈപ്പിലുള്ള എലവേഷനാണ് വേണ്ടത്, വീടിൻ്റെ വലിപ്പം എത്രയാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സുമായിട്ട് ഒരു ചർച്ച ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പലർക്കും കണ്ടംപററി ഡിസൈനായിരിക്കും ഇഷ്ടം, ചിലർക്കാണെങ്കിൽ ട്രഡീഷണൽ ഡിസൈനായിരിക്കും, ചിലർക്ക് രണ്ടും കൂടി ചേർന്ന ഒരു ഫ്യൂഷൻ സ്റ്റൈലുള്ള വീടായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ചില ആളുകൾ വീട്ടിൽ സമയം ചിലവഴിക്കുന്നത് ചിലർ ബെഡ്റൂമിലായിരിക്കും, ചിലർ ലിവിങ് സ്പേസിലായിരിക്കും, സ്ത്രീകളാണെങ്കിൽ കിച്ചണിലായിരിക്കും. അങ്ങനെ പോകും. നമ്മുടെ ഈ സ്ഥലം യൂട്ടിലൈസ് ചെയ്യേണ്ടതിനെക്കുറിച്ചും വീട് പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മളെല്ലാ വീട്ടിലെ അംഗങ്ങളുമായി കൃത്യമായി ചർച്ച ചെയ്ത് ഒരു രൂപരേഖ തയ്യാറാക്കിയാണ് ആദ്യം ചെയ്യേണ്ടത്. പല പുതിയ വീടുകളുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ധാരാളം സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആ പ്ലാനൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കാറുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്, ചിലർക്ക് അയച്ചു കൊടുക്കാറുമില്ല. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അയച്ചു കൊടുക്കാൻ സാധിക്കാത്തത്. എന്നാൽ ഞാൻ ഈ അയച്ചു കൊടുക്കുന്ന പ്ലാൻ കൊണ്ട് അവർക്ക് വലിയ ഉപകാരമൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ വീഡിയോയിലിരിക്കുന്ന പ്ലോട്ടിൻ്റെ സ്വഭാവവും നിങ്ങളുടെ കൈവശമുള്ള പ്ലോട്ടിൻ്റെ സ്വഭാവവും വളരെയധികം വ്യത്യസ്തമായിരിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ, വീടിൻ്റെ സൈഡിലുള്ള ഈ പ്ലോട്ടിൻ്റെ സൈഡിലുള്ള വശങ്ങളുടെ അളവുകൾ, റോഡിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ താഴ്ച, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കയ്യിലുള്ള സ്ഥലത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്ലാനാണ് തയ്യാറാക്കേണ്ടത് എന്നതാണ്. വീട് നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കയ്യിലുള്ള സ്ഥലത്തിൻ്റെ സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളതാണ്. സാധാരണയായി ഈ ആധാരത്തിൻ്റെ കൂടെ സ്കെച്ച് ഉണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നമ്മളൊരു സ്കെച്ച് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഒരു നല്ല സർവേയറെ വിളിച്ച് ഈ സ്ഥലത്തിൻ്റെ കൃത്യമായ വശങ്ങളിലെ അളവുകൾ, അതിൻ്റെ ഫ്രണ്ട് റോഡിൻ്റെ വീതി, ഇനി നമ്മുടെ പ്ലോട്ടിൽ വല്ല വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ സ്ഥാനം, കിണറുകളുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു സ്കെച്ച് തയ്യാറാക്കി തരാൻ പറയുകയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഈ സ്കെച്ച് വരയ്ക്കുമ്പോൾ ഈ വൃക്ഷങ്ങളുടെ എല്ലാം ഒരു കൃത്യമായ മാപ്പിംഗ് നമ്മൾ തയ്യാറാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടിന് ദോഷകരമല്ലാത്ത വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതൊന്നും വെട്ടി മുറിച്ച് മാറ്റാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. നല്ലൊരു ഗ്രീനറി നിലനിർത്താൻ അത് നമ്മളെ സഹായിക്കുന്നതാണ്. സ്ഥലത്തിൻ്റെ സ്കെച്ച് തയ്യാറായി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് എത്രമാത്രം വലിയ ഒരു വീടാണ് നമുക്ക് നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സാധാരണയായി ഈ വീടുകൾ ഇപ്പോൾ സ്ഥലത്തിൻ്റെ എല്ലാം വില കൂടുന്നതനുസരിച്ച് 5, 6, 7 സെൻറ്റുകളിലൊക്കെയാണ് വീട് നിർമ്മിക്കുക. അങ്ങനെ വരുമ്പോൾ സ്ഥലത്തിൻ്റെ ഒരു 60% സ്ഥലത്ത് മാത്രമാണ് നമുക്ക് വീട് നിർമ്മിക്കാനായിട്ട് കഴിയുക. ഒരു സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 435.6 സ്ക്വയർ ഫീറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ 5 സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ കൈവശമുള്ളതെങ്കിൽ 5 × 435.6 എന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു 2200 സ്ക്വയർ ഫീറ്റിനടുത്താണ് വരിക. അതിൻ്റെ 60% എന്ന് പറയുമ്പോൾ 1300 സ്ക്വയർ ഫീറ്റാണ്. ഒറ്റ നില വീടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് നിർമ്മിക്കാനാകുക. ഇനി 2 നിലയാണെന്നുണ്ടെങ്കിൽ 1300 പ്ലസ് 1300 വരുമ്പോൾ 2600 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നിർമ്മിക്കാനാണ് നമുക്ക് മാക്സിമം സാധിക്കുക. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏകദേശം നമുക്ക് തീരുമാനമായി കഴിഞ്ഞാൽ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. കാരണം ബെഡ്റൂമുകൾ, ചിലർക്ക് 3 ബെഡ്റൂം വേണമെന്നായിരിക്കും, ചിലർക്ക് 4 ബെഡ്റൂം വേണമെന്നായിരിക്കും. സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, ഡൈനിങ് സ്പേസ്, സ്റ്റെയർ റൂം, അപ്പർ ലിവിങ് ഏരിയ, മുകളിലുള്ള ബെഡ്റൂമുകൾ, ബാൽക്കണി, യൂട്ടിലിറ്റി സ്പേസ്, ഇങ്ങനെയെല്ലാം ചെറിയ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാവർക്കും ഉണ്ടാകും.
കൂടാതെ ചില ആളുകൾക്ക് ഒരു തിയേറ്റർ റൂം വേണമെന്നുണ്ടാവും, ചിലർക്ക് ഒരു ജിംനേഷ്യം വീടിൻ്റെ അകത്ത് സജ്ജീകരിച്ചാൽ കൊള്ളാം എന്നുള്ളതൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിതെല്ലാം ഈ നമ്മുടെ റിക്വയർമെൻറ്റ് എഴുതുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ നിലയനുസരിച്ച് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് പൂർത്തിയാക്കാനായിട്ട് ഒരു 2300 രൂപ ഏറ്റവും കുറഞ്ഞത് ചിലവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ടൈല് 2x2 ടൈലാണിൻ്റെ ഒരു സ്പേസ് കണക്ക് കൂട്ടിയാൽ തന്നെ 4 സ്ക്വയർ ഫീറ്റ് ആകും. അപ്പോൾ ഏകദേശം ഒരു 10,000 രൂപ ഒരു ടൈലിൻ്റെ സ്പേസിന് നമ്മൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ തിയേറ്റർ റൂം അല്ലെങ്കിൽ ജിംനേഷ്യം എന്നിവ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മളിതെല്ലാം ഉൾപ്പെടുത്താനായിട്ട്. വീട് പ്ലാൻ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നമ്മളുടെ സ്പേസ് യൂട്ടിലൈസേഷനാണ്, രണ്ടാമത് പ്രൈവസി, മൂന്നാമത് സേഫ്റ്റി. സ്പേസ് യൂട്ടിലൈസേഷൻ്റെ കാര്യം പറയുമ്പോൾ ചില ആളുകൾക്ക് നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ കൂടുതൽ ഉപയോഗിക്കാത്ത സ്ഥലങ്ങളുടെ സ്പേസ് അല്പം കുറയ്ക്കുകയും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുടെ സ്പേസ് അല്പം കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് സ്പേസ് യൂട്ടിലൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണയായി നമ്മുടെ സിറ്റ് ഔട്ടുകൾ അല്ലെങ്കിൽ അപ്പർ ലിവിങ് സ്പേസ്, ബാൽക്കണി, പ്രയർ റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന സംഗതികളാണ്. അതിൻ്റെ എല്ലാം സ്പേസ് കുറച്ചിട്ട് നമ്മുടെ ലിവിങ് ഏരിയ, ഡൈനിങ് സ്പേസ്, ബെഡ്റൂമുകൾ എന്നിവയുള്ള കിച്ചൺ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്പം സ്ഥലം കൂടുതലായി നൽകുന്നത് നന്നായിരിക്കും. നമ്മുടെ പഴയ വീടുകളൊക്കെ നമുക്ക് ഓർത്താൽ അറിയാം, പഴയ വീടുകളിലൊക്കെ നമ്മളുടെ ഒരു ബെഡ്റൂമിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ വീടിൻ്റെ സ്ഥിതി 9x9 എന്ന ഒരു സ്ക്വയർ ഫീറ്റിലുള്ള അളവായിരുന്നു. അപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളായിരുന്നു. ഇപ്പോൾ പുതിയ ഡിസൈൻ അനുസരിച്ച് ബെഡ്റൂമുകൾക്കും കിച്ചനും എല്ലാം വളരെ വലിയ സ്പേസ് നൽകാറുണ്ട്. അപ്പോൾ പുതിയ വീടുകൾ നൽകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളും കിച്ചനും എല്ലാം നൽകുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൈവസിയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് സ്പേസിൽ അവർ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബെഡ്റൂമുകളുടെ വാതിലുകൾ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ അകവശം കാണാത്ത രീതിയിലായിരിക്കണം ഈ ലിവിങ് സ്പേസ് അല്ലെങ്കിൽ ബെഡ്റൂമുകൾ സജ്ജീകരിക്കേണ്ടത്. ഇത് പ്രൈവസിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഇപ്പോൾ ഡൈനിങ് ഏരിയയിലിരിക്കുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള വാഷ് കൗണ്ടർ ഡൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ച് മാറി നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വാഷ് കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് ഈ കാർക്കുകയും കുപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന സൗണ്ടുകൾ നമുക്ക് വളരെയധികം അരോചകമായി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം വീടിൻ്റെ ഡിസൈൻ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റിയാണ്. പുതിയ വീടുകളുടെ ഡിസൈൻ അനുസരിച്ച് വലിയ ഗ്ലാസ് ഡോറുകളും ഗ്ലാസ് വിൻഡോസും എല്ലാം നൽകാറുണ്ട്. കൂടാതെ കോർട്ട്യാർഡുകൾ നൽകാറുണ്ട്, പുറത്തേക്ക് ഓപ്പൺ സ്പേസുകൾ നൽകാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം സേഫ്റ്റി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സാധാരണ ഗ്ലാസ്സുകളാണ് ഇവിടെയൊക്കെ നൽകുന്നതെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. കൂടാതെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ടഫൻഡ് ഗ്ലാസ് ഉപയോഗിക്കാം. ടഫൻഡ് ഗ്ലാസിനേക്കാൾ കുറച്ചുകൂടി ഉത്തമം ഈ ലാമിനേറ്റഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നതായിരിക്കാം. ഈ ടഫൻഡ് ഗ്ലാസ് ആണെങ്കിൽ പൊട്ടിയാൽ ചിന്നിച്ചിതറി പോവുകയാണ് ചെയ്യുക. ഈ ലാമിനേറ്റഡ് ഗ്ലാസ് ആണെന്നെങ്കിൽ ആ ബ്രേക്ക് ആയാൽ പോലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഹാൻഡ് റെയിലുകൾക്ക് ടഫൻഡ് ഗ്ലാസ് ഇടാറുണ്ട്. സാധാരണ ഗ്ലാസ് അവിടെ ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. അത് ബ്രേക്ക് ആയാൽ പോലും വലിയ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ വീട് പ്ലാൻ ചെയ്യുമ്പോൾ വലിയ വലിയ വീടുകളാണെങ്കിൽ ചില ആളുകൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാറുണ്ട്. കൂടാതെ ചെറിയ പോണ്ടുകൾ വീടിൻ്റെ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ക്രമീകരിക്കാറുണ്ട്. അതും അല്ലെങ്കിൽ ചെറിയ അക്വേറിയങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ അക്വേറിയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ കുട്ടികൾ അതിൽ പോയി വീഴാനും വലിയ അപകടങ്ങൾ സംഭവിക്കാനും പല സ്ഥലത്തും അങ്ങനെ എൻ്റെ അറിവിൽ തന്നെ സംഭവിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് സേഫ്റ്റിയുടെ ഭാഗമായി ഇതിനെല്ലാം പ്രിക്കോഷൻ എടുത്തിട്ട് വേണം നമ്മൾ വീട് പ്ലാൻ ചെയ്യാനായിട്ട്. കൂടാതെ സേഫ്റ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെയിലും മഴയും. വീടിന് വെയിൽ അല്ലെങ്കിൽ മഴ ഏൽക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി അത് ലീക്ക് വരാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു എൻജിനീയറുടെ കീഴിൽ വരുന്ന കാര്യമാണെങ്കിൽ പോലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ മുകൾ ഭാഗത്ത് വീടിൻ്റെ ഈ ബാൽക്കണിയിലൊക്കെ വെള്ളം കെട്ടി നിന്നാൽ തെന്നി വീണ് അപകടങ്ങൾ ഉണ്ടാകാനൊക്കെ, കൂടാതെ വെള്ളം താഴത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെ പോലും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വീട് നിർമ്മിക്കാനായിട്ട്.
വീട് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.